ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാ വൈകുന്നേരം ജോലി കഴിഞ്ഞ് വന്ന് അപ്പം തന്നെ ഞാൻ ചീര മുറിക്കുകയാണ് കേട്ടോ. എന്ന് വെച്ചാൽ കുറേ ചീര നിൽക്കുന്നുണ്ട്, കതിര് വന്നു തുടങ്ങി. ഇനി അവിടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കത് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല, ഇലകളൊക്കെ കേടാവും. പിന്നെ കതിര് വന്നു കഴിഞ്ഞാൽ പിന്നെ ചീര കൊള്ളില്ലല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് എല്ലാതും മുറിച്ചു കേട്ടോ. പിന്നെ നല്ലോണം ഇരുട്ടായി കഴിഞ്ഞാൽ മുറിക്കാനും പാടല്ല. ഈ ഒരു ഭാഗത്തൊക്കെ അവിടെ നിറച്ചിങ്ങനെ ഉണ്ടായി നിൽക്കല്ലോ. അപ്പോൾ കാരണം മുറിച്ചത് അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്, ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇതാകത്തേക്ക് കയറി ആദ്യം ചോറ് തന്നെ തിളപ്പിക്കാൻ വെച്ചു. ചോറ് ഫസ്റ്റ് തന്നെ തിളപ്പിക്കാൻ വെക്കുക എന്ന് വെച്ചാൽ പിള്ളേർ ഒന്നും കഴിക്കാൻ വരികയാണെങ്കിൽ നമുക്കിപ്പോൾ ചെല്ലുമ്പോഴേക്കും എന്തെങ്കിലും വെച്ചുണ്ടാക്കാനായിട്ട് പറ്റില്ല. അവർ ചിലപ്പോൾ എന്താ പറയുക ഓടി വരും എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ കറി അപ്പോൾ എന്തെങ്കിലും കാലത്തേക്ക് ഉണ്ടാവും. ചോറ് ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചോറ് ചൂടാക്കാണ്ട് കഴിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് അത് ആദ്യം വയ്ക്കും. പിന്നെ ഞാൻ അടുക്കളയിലെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകാനുള്ളത് നമ്മുടെ സിങ്കിലേക്ക് എടുത്തിടും. കറികളൊക്കെ ഒന്ന് പകർത്തി വയ്ക്കും. എടുക്കാൻ പറ്റുന്നത് എടുക്കും, അല്ലാത്തത് കളയും. അങ്ങനെ ചെയ്യും കേട്ടോ. അപ്പോഴേക്ക് ശ്രീകുട്ട അതിനിടയ്ക്ക് വന്നു. അപ്പോൾ ചോറല്ല എന്ന് ചോദിച്ചത്, അവന് ചോറ് കഴിക്കാനൊരു ഇൻട്രസ്റ്റ് ഇല്ല, വേറെ എന്തെങ്കിലും കഴിക്കും, ഞാൻ പഴം കഴിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ വയറുവേദന എടുക്കണമെന്നൊക്കെ പറഞ്ഞു. ഫുഡ് 2 ദിവസമായിട്ടാവും ഭയങ്കര മടിയായിട്ട് കഴിക്കാണ്ട്, കുറവ് കഴിക്കുന്നുണ്ട്. അപ്പോൾ വയറ് നിറയാണ്ടാവും എന്ന് പറഞ്ഞിട്ട് പഴം കഴിക്കാൻ പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വയറുവേദന എടുക്കണമെങ്കിൽ എന്നാൽ പുഴുങ്ങിയ പഴം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പിന്നെ ഒരു 3-4 എണ്ണം പുഴുങ്ങാനായിട്ട് വെച്ചു. ആവിയിൽ വേവിക്കുന്നതൊക്കെ തന്നെയാണ് നല്ലതെന്നുണ്ടെങ്കിലും കുക്കറിലാകുമ്പോൾ നമുക്കത് പെട്ടെന്ന് തീരുമല്ലോ, പണി പെട്ടെന്ന് എളുപ്പമാണല്ലോ. അത് കാരണം ഞാൻ കുക്കറിലേക്ക് ഒരു 3-4 പഴം എടുത്ത് വെച്ചു. പിന്നെ ഞാൻ ചീരയൊക്കെ ഒന്ന് എടുത്ത് ഒതുക്കി ആ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് വൃത്തിയാക്കി. എനിക്ക് വന്നു കഴിഞ്ഞാലും രാവിലെ ആയാലും അങ്ങനെ തന്നെയാണ് കേട്ടോ. ആ കൗണ്ടർ ടോപ്പ് ഇങ്ങനെ വല്ലാണ്ട് ഇങ്ങനെ കിടക്കുക, അതേപോലെ ഡൈനിങ് ടേബിളും അത് നിറഞ്ഞു കിടക്കുന്നു കഴിഞ്ഞാൽ ഭയങ്കര അസ്വസ്ഥതയാണ് മനസ്സിന്. അതുപോലെ തുണികൾ വലിച്ചു വാരിയിട്ടാൽ ഒക്കെ അസ്വസ്ഥതയാണ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പെട്ടെന്ന് പാത്രം കഴുകുക, അല്ലെങ്കിൽ അത് സിങ്കിലേക്ക് എടുത്തിടുക, എന്നിട്ട് ബാക്കിയുള്ള ഭാഗം തുടച്ചിടുക എന്നുള്ളത്. തുണികളായാലും നമ്മളൊരു വലിയൊരു കൊട്ട വെച്ച് കഴുകാനുള്ളത് അതിലെപ്പോഴും ഇട്ട് വയ്ക്കുക. അപ്പോൾ പിന്നെ നമുക്ക് പുറത്തങ്ങനെ വലിച്ചു വാരി കിടക്കില്ല, അപ്പോൾ അത് വൃത്തിയിൽ കിടക്കും. അങ്ങനെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എപ്പോഴൊന്നും നടക്കാറൊന്നുമില്ല, എന്നാലും പറ്റുമ്പോഴൊക്കെ ഞാൻ പരമാവധി അങ്ങനെ ശ്രമിക്കാനല്ലേ പറ്റുള്ളൂ. നമ്മൾ ഒരാൾ മാത്രം വിചാരിച്ചാൽ നമ്മുടെ വീട് അത്ര വൃത്തിയാവില്ല. എല്ലാവരും മക്കളും ഹസ്ബൻഡും ഒക്കെ വിചാരിച്ചാലേ പറ്റുള്ളൂ. അവരപ്പോൾ എപ്പോഴും വിചാരിക്കണമെന്നൊന്നുമില്ലല്ലോ. അപ്പോൾ ചില നേരത്തൊക്കെ ഞാൻ ചീത്ത പറഞ്ഞ് എല്ലാവരും ആക്കും. അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകലും ഒതുക്കലൊക്കെ കഴിഞ്ഞു. അപ്പോഴേക്കും ചോറ് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്, എന്നാലായിട്ടില്ല. പഴം അവിടെ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരടി അടിക്കുള്ളൂ കേട്ടോ. എന്ന് വെച്ചാൽ എനിക്ക് അധികം പഴം വേവണത് ഇഷ്ടമില്ല. ഈ ഒരു പരുവത്തിൽ ഇങ്ങനെ കഴിക്കണം. പക്ഷേ നമ്മൾ പുറത്തുനിന്ന് വരുന്ന പഴം ഇതേപോലെ വെന്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളൊന്നും വെന്തിട്ടുണ്ടാവില്ല, ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മുടെ വീട്ടിലുണ്ടായതൊക്കെ ആകുമ്പോൾ നാടൻ പഴം, വെട്ടുകട എപ്പോഴും നാടൻ പഴമാണ് കേട്ടോ വാങ്ങിച്ചാലും കിട്ടുക. നല്ല നല്ല ടേസ്റ്റാണ് ഉണ്ടാവുക. അതേപോലെ തന്നെ അതിനേക്കാളും ടേസ്റ്റാണ് നമ്മുടെ വീട്ടിൽ ഒട്ടും വളം ഉപയോഗിക്കാണ്ട് കൂട്ടിൽ വെച്ച് പഴുപ്പിക്കാണ്ട് ഒക്കെ ഉള്ള പഴമല്ല. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അടുത്ത കാലത്തൊന്നും ഇത്രയും ടേസ്റ്റിൽ ഞാൻ പഴം കഴിച്ചിട്ടില്ല. അങ്ങനെ പിന്നെ ഞാൻ അന്നത്തെ രാത്രിത്തെ മാത്രം ഷൂട്ട് ചെയ്ത് വീഡിയോ ഇടണമെന്നാണ് വിചാരിച്ചത്. പിന്നെ എനിക്ക് മൈൻഡ് എന്തോ ഷൂട്ട് ചെയ്യാനായിട്ട് തോന്നിയില്ല. അങ്ങനെ ഞാൻ അതൊക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങിയത് രാവിലെ എഴുന്നേറ്റ് കറി വയ്ക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ചീരയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതൊന്നും ഇന്നലെ ഷൂട്ട് ചെയ്തില്ല. ചീര അരിയാൻ കുറച്ച് സമയം പിടിച്ചെന്ന് വെച്ചാൽ കതിര് വന്നു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. ആ കതിരും തണ്ടൊക്കെ കളഞ്ഞ്, അല്ലെങ്കിൽ നമുക്ക് നല്ല ഇളം ഇതിൽ ഇരിക്കുകയെന്ന് വെച്ചാൽ മുറിച്ച് അങ്ങനെ നന്നായിട്ട് കഴുകി പെട്ടെന്ന് അങ്ങോട്ട് അരിഞ്ഞങ്ങോട്ട് എടുക്കാൻ സുഖമാണ്. അപ്പോൾ കതിരൊക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഇത്തിരി ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ അത് കാരണം കുറച്ച് സമയമൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു ചീര അരിയാൻ. പിന്നെ ഇന്നലെ തന്നെ കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ചീര ഇവിടെ വലിയ ഇഷ്ടമാണ്. ആദ്യത്തിന് ഇടാറില്ല, ആദ്യം വലിയ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്രാവശ്യം എന്തോ ഭയങ്കര ടേസ്റ്റായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ആ ചീര എടുക്കുമ്പോഴേക്കും തന്നെ ചീനച്ചട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ചീര അരിഞ്ഞ് തലേദിവസം വെക്കുകയാണെങ്കിൽ തന്നെ ബോക്സിലിടുന്നേക്കാളും കുറച്ചും കൂടി നല്ലത് ഇങ്ങനെ പ്ലാസ്റ്റിക് കവറിൽ കെട്ടി വെക്കുന്നതാണെന്ന് എനിക്ക് തോന്നാറ്, നല്ല ഫ്രഷ് ആയിട്ടിരിക്കാനായിട്ട്. അപ്പോഴേക്കും ഞാൻ ചീര അടുപ്പത്ത് ഇട്ടു കേട്ടോ, ഉള്ളിമുളകൊക്കെ മൂപ്പിച്ച്. അതിൻ്റെ റെസിപ്പി ഒന്നും എടുത്തില്ല, നമ്മൾ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്, കുറേ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. ഇപ്പം ഞാനിപ്പോൾ വിചാരിക്കുന്നത് ഞാൻ കാണിച്ചിട്ടുള്ള റെസിപ്പികൾ രണ്ടാമത് വീഡിയോയിൽ കാണിക്കേണ്ടതെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ചാറുകറി ഇന്ന് സ്പെഷ്യലാണ്. വെണ്ടയ്ക്ക മപ്പാസ് എന്ന് പറയാൻ നമുക്കിതിനെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. ഇത്തിരി വെണ്ടക്കായും തക്കാളിയൊക്കെ ഉണ്ടായാൽ പെട്ടെന്നൊരു കറി ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. നോൺ വെജ് മാത്രം ഇഷ്ടപ്പെടുന്നവർക്ക് ഈ കറിയൊന്നും ഇഷ്ടപ്പെടുന്നത് യാതൊരു നിർബന്ധമില്ല. പച്ചക്കറി ഇഷ്ടപ്പെടുന്നവർക്കാണ് ഈ കറികളൊക്കെ ഇഷ്ടപ്പെടുക. ഞാൻ ആ ചീര ഓഫ് ചെയ്തു കേട്ടോ. ചീര പിന്നെ പെട്ടെന്ന് തന്നെ ആവില്ലേ. പിന്നെ താഴത്തിരുന്ന് പതുക്കെ അതൊക്കെ ഒന്ന് അരിഞ്ഞെടുത്ത് പിന്നെ ആദ്യം തന്നെ ഒരു ചീനച്ചട്ടി വെച്ച് വെള്ളം എന്നൊക്കെ പറയണം, വെളിച്ചെണ്ണ ഒഴിച്ച് വെണ്ടക്കായ ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. അതിൻ്റെ ആ ഒരു വഴുവഴുപ്പും ഇതൊക്കെ മാറണ്ടേ. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് വഴറ്റിയെടുക്കുന്നതാണ് കൂടുതൽ നല്ലത്.
അപ്പോൾ അതിൻ്റെ ഒരു പച്ച കളർ ഇങ്ങനെ വിടണം എന്നാൽ വിടും വേണ്ട, ആ ഒരു രീതിയിൽ വഴറ്റിയെടുക്കാം കേട്ടോ. നന്നായിട്ട് കളർ മാറുമൊന്നും വേണ്ട, ഈ ഒരു രീതി ആകുമ്പോഴേക്കും നമുക്കത് വഴറ്റി മാറ്റിയെടുക്കാം. പിന്നെ അതായത് ചട്ടി വെച്ചിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇതാ പൊടിയായി അരിഞ്ഞെടുക്കുകയാണ് ചെയ്തത്. ചതക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ പേസ്റ്റ് ആണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ഇതാണ് കുറച്ച് നീളത്തിൽ അരിയാൻ വേണമെങ്കിൽ ഞാനിതേപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ് ചെയ്തത്. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്ക് വാടി കിട്ടണം. അപ്പോൾ അതൊന്ന് വാടിയിട്ടുണ്ട്. പിന്നെ എനിക്ക് 2 സവോള എടുത്തു, ചെറിയ സവോളയായിരുന്നു. നമ്മൾ എത്ര കറി വയ്ക്കണോ അതിനനുസരിച്ചിട്ടാണ് സവോളയും തക്കാളിയും ഒക്കെ എടുക്കേണ്ടത്. ഇതിൽ കുടംപുളി ഉപയോഗിക്കുന്നവരുണ്ട്, പക്ഷേ ഞാനിതിൽ പുളിയൊന്നും ഉപയോഗിച്ചില്ല. എനിക്ക് ഈ ഒരു പുളിയാണ് ഇഷ്ടപ്പെട്ടത്, തക്കാളിയുടെ പുളിയാണ് ഇഷ്ടപ്പെട്ടത്, അതുകൊണ്ടാണ്. അപ്പോൾ നന്നായിട്ട് പുളി വേണമെന്നുള്ളൊരു ഒരു കഷ്ണം കുടംപുളിയൊക്കെ ഇട്ടാൽ മതി, കുറേ കുടംപുളിയൊന്നും ഇടരുത് കേട്ടോ. ആ ഒരു സവോള വഴറ്റണ അതേ സമയം കൊണ്ട് നാളികേരം ഒന്ന് അടിച്ച് ഞാൻ പാല് പിഴിഞ്ഞെടുത്തു. പിന്നെ അതിലേക്ക് മസാലപ്പൊടികളായിട്ട് ഒന്നുമില്ല, നമുക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. അപ്പോൾ മല്ലിപ്പൊടി ഇത്തിരി 2 ടീസ്പൂണൊക്കെ ഇടുന്നതാണ് നല്ലത്. വെച്ചാൽ തേങ്ങാപ്പാലല്ലേ വെക്കേണ്ടത്, നമ്മൾ അരച്ചിട്ടും ഇത് വെക്കണവരുണ്ട്. അപ്പോൾ പല രീതിയിലും വെക്കണവരുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് എൻ്റെ രീതിയിൽ കാണിച്ചു എന്ന് മാത്രം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ നമ്മൾ ചിക്കനിലേക്കൊന്നും ആവണ മാതിരി മൂപ്പിക്കരുത്, മീനിലേക്കൊക്കെ വെക്കണം ആ ഒരു രീതിയിൽ വേണം മൂപ്പിക്കാനായിട്ട്. ഇത്തിരി അത്രയും ഇങ്ങനെ ബ്ലാക്ക് കളറൊന്നും ആവാൻ നിൽക്കരുത്. നന്നായിട്ട് മൂപ്പിച്ച് കഴിഞ്ഞ് തക്കാളിയും കൂടി ഇട്ട് കൊടുത്ത് അതും നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം മാറ്റി വെച്ച വെണ്ടക്കായ ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിലുള്ള വെളിച്ചെണ്ണയൊക്കെ ഇതിലേക്ക് തന്നെ ഒഴിച്ചു. അങ്ങനെ അതും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഇതിൽ ആദ്യം 2ാം പാലൊഴിച്ച് പിന്നെ നമ്മൾ ഇറക്കണതിന് തൊട്ട് മുന്നേ തലപ്പാലൊഴിച്ച് അങ്ങനെ എടുക്കില്ല, അങ്ങനെ എടുക്കണമെങ്കിലും എടുക്കാം. ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഇടാം കേട്ടോ. അപ്പോൾ അതിൽ ഇത്രയ്ക്ക് കൺഫ്യൂഷനൊന്നും ആക്കണില്ലേ കൂട്ടുകാർ, ഞാൻ വെക്കണ പോലെ തന്നെയാണ് പറയുള്ളൂ. ഇതിൽ പിന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്ന് മാത്രം. അപ്പോൾ ഇതിൽ 2 പാലും ഒരുമിച്ചൊഴിച്ച് നന്നായിട്ട് തിളപ്പിച്ച് കുറുതാക്കിയ വെളിച്ചെണ്ണ തെളിയിച്ച് അങ്ങനെയാണ് ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ച എല്ലാ കറികളും ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യുക. അതെൻ്റെ അമ്മ എങ്ങനെയാണ് ചെയ്യുക. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് എത്ര വൈകുന്നേരം ആയാലും ഈ കറി കേടാവില്ല കേട്ടോ. പിന്നെ ഇങ്ങനെ വെച്ചാൽ മാത്രമല്ല, നമ്മൾ എടുക്കുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിച്ചെടുത്താൽ മാത്രമാണ് കേടാവാണ്ട് ഇരിക്കുള്ളൂ. അങ്ങനെ വല്ലാണ്ട് ഇളക്കി മിക്സ് ചെയ്ത് അങ്ങനെയൊന്നും എടുത്താൽ കറികൾ പെട്ടെന്ന് കേടായിപ്പോവും. അത് തിളപ്പിക്കാൻ വെച്ച നേരം കൊണ്ട് ഞാൻ വേഗം പാത്രങ്ങളൊക്കെ കഴുകി ആ അടുക്കളയ്ക്ക് ഒന്ന് തുടച്ച് എടുത്ത് വയ്ക്കാവുന്ന സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് അടുക്കളയ്ക്ക് ഒന്ന് ഒതുക്കിയിടും കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ കറികൾ കഴിയുമ്പോഴേക്കും നമ്മുടെ അടുക്കള റെഡിയായി കിട്ടിയില്ലേ. അപ്പോൾ ആ കറി ഒന്ന് തിളച്ചിട്ടുണ്ട്, ഒന്ന് മിക്സ് ചെയ്ത് തിളച്ച് വരുമ്പോൾ ഞാനൊന്ന് മിക്സ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ നന്നായിട്ട് തിളപ്പിച്ച് കുതാക്കി എടുക്കാം കേട്ടോ. തേങ്ങാപ്പാലിൽ വറ്റിച്ച കറി എന്തായാലും ടേസ്റ്റാണ്. പിന്നെ വെണ്ടക്കായ ഇഷ്ടമില്ലാത്തവർക്ക് ഇതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇവിടെ ശ്രീകുട്ടന് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു കറി എന്ന് പറയുന്നത്, ചേട്ടനും ഇഷ്ടപ്പെട്ടു. അങ്ങനെ ആദ്യത്തിന് വലിയ നോട്ടം അങ്ങോട്ട് കണ്ടില്ല. ആദ്യം കണ്ടതൊക്കെ വേറെ സൈഡ് ഒപ്പിച്ച് ചീരയൊക്കെ ഒപ്പിച്ചാണ് കഴിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ബാക്കിയുള്ളവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു, ആദ്യത്തിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും. അങ്ങനെ കറിയൊക്കെ തിളച്ച് ഇതേ ഒരു പരുവായി കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ചേട്ടനൊക്കെ ചോറ് പാർത്തി കൊടുത്ത് ചേട്ടൻ പോയി. പിന്നെ ഇന്ന് ആദ്യത്തിന് ഉണ്ടായിരുന്നില്ല, ഞാൻ സ്കൂളിൽ പോയിങ്ങാട്ട് അവന് സ്റ്റഡി ലീവ് വേണമെന്ന് പറഞ്ഞു. പിന്നെ സ്കൂളിൽ പോയിട്ട് അനുവാദമൊക്കെ വാങ്ങിക്കണം, അതൊക്കെ ഞാൻ രാവിലെ ചെയ്തിട്ടുണ്ടായിരുന്നു, സ്കൂളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇട്ടില്ല. പിന്നെ അടുക്കളയൊക്കെ വൃത്തിയാക്കി. പിന്നെ ശ്രീകുട്ടൻ ഇവിടെ ഇല്ല, ഇന്ന് കോളേജൊക്കെ അവസാനിച്ചു. അപ്പോൾ ഒരു സിനിമ കാണലും ലുലുമാളിലേക്കൊക്കെ പോലും അങ്ങനെ ചെറിയൊരു ഔട്ടിങ്ങൊക്കെ ഉണ്ടായിരുന്നു കൂട്ടുകാരുടെ കൂടെ. അതിനൊക്കെ ആയിട്ട് പോയ ദിവസമായിരുന്നു. രാവിലെ തന്നെ പോയി 9:30 ആയിട്ട് പോയിട്ടുള്ളൂ കേട്ടോ. പിന്നെ അലക്കലൊക്കെ തലേദിവസം തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അലക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. ഒന്ന് മുറ്റടിച്ചിട്ടും കുറേശ്ശെ പുല്ലുകളൊക്കെ ഉണ്ട്, എന്നാലും പിന്നെ വല്ലാണ്ടാക്കാണ്ട് ഇങ്ങനെ പുല്ലുകൾ എന്താ പറയുക ദിവസം പ്രതി ഇങ്ങനെ ഓടി വളരുക എന്ന് പറയില്ല, അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് പറ്റണ പോലെയൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ടെന്ന് മാത്രം മുറ്റം. പിന്നെ എന്താ പറയുക, ഞായറാഴ്ച ചേട്ടന് ഇത്തിരി പാടാണ്, ഒരു മടിയാണ് കേട്ടോ ഇപ്പോൾ പുല്ല് പറിക്കാനൊക്കെ. അങ്ങനെ എന്നാലും പരമാവധിയൊക്കെ വൃത്തിയാക്കും. പിന്നെ കുറച്ച് എണ്ണയും കിട്ടി നമുക്ക് ഉപ്പിലിടാനൊന്നും പറ്റില്ല, അത്ര നല്ലതല്ല. പിന്നെ പച്ചമുളകൊക്കെ നന്നായിട്ട് വളർന്നിട്ടുണ്ട്, തക്കാളിയും അതെന്തായാലും സൺഡേയിൽ പറിച്ചൊക്കെ റെഡിയാക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അതിന് വളരാൻ പറ്റാത്തൊരു തിങ്ങിയിട്ടാണ്. വെണ്ടയ്ക്കയും ഒക്കെ റെഡിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ സൺഡേയിൽ റെഡിയാക്കണം. ഇത് ശനിയാഴ്ചയാണ് കേട്ടോ ഈ വ്ളോഗ് ഞാൻ എടുക്കുന്നത്. പപ്പായൊക്കെ നിറയെ പൂവിട്ടുണ്ട്, ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. കുറേ നാളായിട്ടാണ്. ബാക്കിലത്തെ പപ്പായ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്, ചെറുത് കേട്ടോ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഞാനിത് അങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചു. ആദ്യത്തിന് തന്നെ അരിഞ്ഞ് ഉപ്പിട്ടൊക്കെ കഴിച്ചോളും, നമ്മളത് ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഞാൻ കുളിക്കാനായിട്ട് വെള്ളം ചൂടാക്കാൻ
എനിക്കിങ്ങനെ കഴുത്ത് നീർക്കിട്ട് വരും കേട്ടോ പച്ചവെള്ളത്തിൽ കുളിച്ച്, അത് കാരണം കൊണ്ട് അതും വേഗം വെച്ച് പിന്നെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ജോലിക്കൊക്കെ പോയി. നമ്മുടെ കണ്ടപ്പന് ചോറ് കൊടുത്തിട്ട് മതിയായി കഴിച്ച്. പക്ഷെ കാക്കൾ വന്ന് കഴിക്കുമല്ലോ, അപ്പോൾ അത് കഴിക്കാണ്ടിരിക്കാൻ വേണ്ടി അവൻ കാവലിരിക്കുന്നതാണ്. അവിടെ കാക്കൾ ചുറ്റുവിട്ടൊക്കെ നിൽക്കുന്നുണ്ട്, അവനത് എടുത്ത് കഴിക്കുന്നുണ്ട്. പിന്നെ ഇതാ വൈകുന്നേരം കൊറിയർ ഓഫീസിലേക്ക് പോയി. നമ്മുടെ അഞ്ചേരിയിലാണ് കേട്ടോ, ഇതും മിഷൻ ഹോസ്പിറ്റലാണ്. അപ്പോൾ അങ്ങനെ ബസ്സിൽ നിന്ന് പോണ വഴിക്ക് ഞാനൊന്ന് ഷൂട്ട് ചെയ്തതാണ്. അത് കഴിഞ്ഞത് അഞ്ചേരിയിൽ ഇറങ്ങി കൊറിയർ ഓഫീസ് തപ്പിപ്പിടിച്ച് അങ്ങനെ 2-3 ആൾക്കാരൊക്കെ ചോദിച്ചിട്ടാണ് ഞാൻ കണ്ടുപിടിച്ചത്. സ്റ്റോപ്പ് അറിയണ്ടായിരുന്നു. അങ്ങനെ ഇറങ്ങി ഇതാ കൊറിയർ ഓഫീസിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ഒരു ചേച്ചി അവിടെ ഉണ്ടായില്ല. അപ്പോൾ ഒരു പയ്യനുണ്ടായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞു അവിടെ ചേച്ചി അവിടെ ഇരുന്നോ, ഇപ്പോൾ ചേച്ചി വരും എന്ന് പറഞ്ഞ് അങ്ങനെ 2 മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും അവിടുത്തെ ആ ചേച്ചി വന്ന് പിന്നെ ഇതാ കൊറിയറൊക്കെ വാങ്ങിച്ച് ഞാൻ സൈൻ ചെയ്തൊക്കെ ചെയ്ത് പിന്നെ കൂട്ടുകാരിയുടെ വീട്ടിലേക്ക് പോയിട്ട് ആ കൂട്ടുകാരുടെ വീട്ടിലേക്ക് ചെടിയൊക്കെ തന്ന് വെളിച്ചെണ്ണയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അവർ വീട്ടിലാട്ടിയത് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഹായ്, അപ്പോൾ അങ്ങനെ കൂട്ടുകാരെ വീട്ടിലൊക്കെ പോയി ഗിഫ്റ്റൊക്കെ മേടിച്ച് വന്നു. ഇന്ന് ഞാനത് ഷൂട്ട് ചെയ്തില്ല കേട്ടോ. എന്താ വെച്ചാൽ അതിൻ്റെ യൂസും കൂടി കാണിച്ചിട്ട് ഒരു വീഡിയോ ആയിട്ട് ഞാനത് ഇടാമെന്ന് വിചാരിക്കണേ. എല്ലാതും ഇതിൽ തന്നെ ഉൾപ്പെടുത്താൻ സമയമില്ല. ഒന്നാമത്തേൽ ഇന്നത് കാണിച്ച് അങ്ങനെ ചെയ്യാൻ എനിക്കങ്ങനെ ഷൂട്ടിങ്ങിനുള്ളൊരു ടൈം ഇനിയില്ല. അപ്പോൾ ഇനി അതൊരു വേറൊരു വീഡിയോയിൽ കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കൂട്ടുകാരുടെ വീട്ടിലേക്ക് പോയിട്ട് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇടുന്നത് കൂട്ടുകാർക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല, അപ്പോൾ ഇടണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ അത് വേണ്ടാന്ന് വെച്ചു, അത് ഭാഗം ഇട്ടില്ല കേട്ടോ. ഭയങ്കര സ്നേഹവും സന്തോഷവും എന്തെന്നാ പറയുക, കെട്ടിപ്പിടിച്ച കൊമ്പം വെച്ച് എൻ്റെ ഒരു കൂടപ്പിറപ്പിനെ പോലെ അത്രയ്ക്ക് സ്നേഹമായി കാണിച്ചത് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. നമുക്ക് അരയ്ക്കുള്ള പോലെ ഒരു ഫീലാണല്ലോ, അങ്ങനെ തോന്നി. അപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ. ഇന്ന് സൺഡേ അല്ലേ, അടിച്ചു പൊളിക്കായിരിക്കും അല്ലേ. അപ്പോൾ ഓക്കെ, ഇനി നാളെ രാവിലെ 9 മണിക്ക് കാണാം കേട്ടോ. അപ്പോൾ ലൈക്ക് അടിക്കാനും കമൻറ്റ് എഴുതാനും ഒന്നും മറന്നു പോരുത്. അതുപോലെ തന്നെ പുതിയതായിട്ട് വന്നിട്ടുള്ള കൂട്ടുകാരികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.